Good evening to all. പാലോട്ടുപള്ളി VMM ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ 24ാമത് വാർഷിക ദിനാഘോഷത്തിന്റെ ഈ ശുഭസുന്ദര അവസരത്തിൽ 2024-25 അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. 2024 ജൂൺ 3 തിങ്കളാഴ്ച 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം അതിവിപുലമായി ആഘോഷിച്ച പരിപാടിയോടെ ഞങ്ങളുടെ പരിപാടിയും നേട്ടങ്ങളും ഞാൻ ആരംഭിക്കുകയാണ്. പാലോട്ടുപള്ളി വാർഡ് കൗൺസിലർ പ്രീ പ്രജില പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂൺ മാസം ഞങ്ങളുടെ വിദ്യാലയത്തിന് വർണ്ണാഭമായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. നിരവധി ആകർഷകമായ പ്രവർത്തനങ്ങളും മറ്റു പരിപാടികളും കൊണ്ട് അടയാളപ്പെടുത്താൻ സാധിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം മഹല്ല് സെക്രട്ടറി EP ഷംസുദ്ദീൻ സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നമ്മുടെ സ്കൂളിലേക്ക് ചെടിച്ചട്ടികൾ സംഭാവന ചെയ്തു. അതേ ദിവസം തന്നെ നേച്ചർ ക്ലബിന്റെയും JRCയുടെയും നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള പോസ്റ്ററും പ്ലക്കാർഡുകളും പ്രദർശിപ്പിക്കുകയും ചെയ്തു. ശേഷം ജൂൺ 10 സ്കൂൾ മാനേജർ ശ്രീ യൂസഫ് ഓമോത്ത് PTA അംഗങ്ങളും പങ്കെടുത്ത പരിപാടിയായ KG പ്രവേശനോത്സവം വർണ്ണശബളമായ ആലങ്കാരികതയും മികച്ച വരവേൽപ്പും പുതിയ മുഖങ്ങളിൽ പുഞ്ചിരി ഉളവാക്കാൻ സാധിച്ചു. പുതുതലമുറ നേരിടുന്ന പ്രശ്നങ്ങളും മാരക വിഷത്താൽ വലയപ്പെട്ട ചുറ്റുപാടിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൂൺ 18 വിമുക്തി ക്ലബിന്റെ കീഴിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ പ്രിൻസിപ്പൽ KT അബ്ദുള്ള സാർ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ വൈവിധ്യമാർന്ന പരിപാടിയായി ജൂൺ 19 വായനാ ദിനം ആഘോഷിച്ചു. ജൂൺ 29 സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി. വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായ രീതിയിൽ അവരുടെ ക്ലാസ് ലീഡറെയും സ്കൂൾ ലീഡറെയും തിരഞ്ഞെടുത്തു. നേതൃത്വപരമായ കഴിവുകളും ജനാധിപത്യ മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഇതിലൂടെ സാധിച്ചു. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനാഘോഷത്തോടെയാണ് ആ മാസത്തെ പരിപാടികൾ ആരംഭിക്കുന്നത്. പരിപാടി മാനേജർ യൂസഫ് ഓമോത്ത് ഉദ്ഘാടനം ചെയ്തു. അന്നേ ദിവസം ഡോക്യുമെന്ററി പ്രദർശനം, ബഷീറിന്റെ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്കിറ്റ്, അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായ മറ്റു പ്രവർത്തനങ്ങളും നടത്താൻ സാധിച്ചു. ജൂലൈ 10 ഈ വർഷത്തെ ആദ്യത്തെ PTA ജനറൽ ബോഡി യോഗം നടത്തി. അതേ ദിവസം തന്നെ 2023-24 SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുക സ്കൂളിൽ ആരംഭിച്ച റിദാൻ മെമ്മോറിയൽ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. ജൂലൈ 11 നമ്മിൽ നിന്നും പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട റിദാനിന്റെ മാതാപിതാക്കൾ സ്കൂൾ സന്ദർശിക്കുകയും തൻ്റെ മകന്റെ നാമധേയത്തിലുള്ള ലൈബ്രറിയിലേക്ക് വിലപ്പെട്ട പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു. ഈ പരിപാടിയെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾക്കായി ബഹുഭാഷാ ഉപന്യാസ മത്സരം നടത്തുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. ലോക ജനസംഖ്യാ ദിനാഘോഷത്തിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ കീഴിൽ ഓൺലൈൻ ടെലിവോയിസ് ക്വിസ് മത്സരം നടത്തി. ഇത് തികച്ചും ഓൺലൈനായും പാരമ്പര്യ രീതിയിൽ നിന്നും വ്യത്യസ്തമായുമാണ് നടത്തപ്പെട്ടത്. ജൂലൈ 13 ജില്ലയിലെ അറിയപ്പെടുന്ന അധ്യാപകനായ ശ്രീ അശോകൻ സാറിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. അദ്ദേഹം വിദ്യാർത്ഥികളെ ശാസ്ത്ര പരീക്ഷണങ്ങൾ കൊണ്ടും വൈജ്ഞാനികത കൊണ്ടും പരിപാടി വ്യത്യസ്തമാക്കി. ഡോക്യുമെന്ററി അവതരണം, പോസ്റ്റർ നിർമ്മാണം, റോക്കറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, ചാന്ദ്രദിനാഘോഷവും ജൂലൈ 31 പ്രേംചന്ദ് ജയന്തിയും സ്കൂളിൽ നടത്തപ്പെട്ടു. സ്കൂൾ ഹിന്ദി ക്ലബിന്റെ കീഴിൽ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹിന്ദി പ്രൊമോ വീഡിയോയും പോസ്റ്റർ നിർമ്മാണ മത്സരവും നടന്നു. കൂടാതെ LSS പരീക്ഷയിൽ 2 വിജയികളുമായി സ്കൂൾ ശ്രദ്ധേയമായ ഒരു നാഴികക്കല്ല് കൈവരിക്കുകയും ചെയ്തത് ഇതേ മാസത്തിലാണ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് വൈദഗ്ധ്യം പ്രകടമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ അക്കാദമിക് അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികൾ നടത്താൻ സാധിച്ചു. ഹിരോഷിമ നാഗാസാക്കി ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 8-9 തീയതികളിൽ വിദ്യാർത്ഥികളുടെ അറിവ് വിലയിരുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിപുലമായ ഓൺലൈൻ ക്വിസ് സമാധാനത്തിന്റെയും ആണവ നിരായുധീകരണത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന പ്രസംഗങ്ങളും മറ്റും ഈ ദിനത്തിൽ ഉൾപ്പെടുത്തി. ഓഗസ്റ്റ് 14 വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിശകലനങ്ങൾ, വിലയിരുത്തുകൾ, വരാനിരിക്കുന്ന പാദവാർഷിക പരീക്ഷാ തയ്യാറെടുപ്പുകൾ എന്നിവ അവലോകനം ചെയ്യുന്നതിനായി രക്ഷിതാക്കളുടെ യോഗം സ്കൂളിൽ വിളിച്ചു ചേർത്തു. ഇതിൽ രക്ഷിതാക്കളുടെ വലിയ പിന്തുണ നേടാൻ കാരണമാവുകയും അക്കാദമിക് വിജയം പ്രോത്സാഹിപ്പിക്കുന്നത് സ്കൂളും പാരൻസും തമ്മിൽ ശക്തമായ സഹകരണത്തെ അടിവരയിടുന്നു. ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. രാവിലെ സ്കൂൾ ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെയും കാണിക്കുന്ന പത്രനിർമ്മാണ മത്സരം തുടങ്ങിയ വിവിധ പരിപാടികളോടെ വിപുലമായി തന്നെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളും ആഘോഷങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവും സാംസ്കാരിക കഴിവും സാമൂഹിക ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളും ഉൾപ്പെട്ടിരുന്നു. ഹൈദരാബാദിലെ അത്യുന്നത കലാലയമായ മനു സർവകലാശാലയിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ സെപ്റ്റംബർ 5-ന് നടന്ന നാഷണൽ പേപ്പർ റിസർച്ചിൽ 10ാം ക്ലാസ്സിലെ ഫാത്തിമ റിസ, 9ാം ക്ലാസ്സിലെ ഫാത്തിമ ഉസ്മാൻ, മിനിഹ ഫാത്തിമ എന്നിവർക്ക് അവരുടെ ഗവേഷണ പ്രബന്ധത്തിന് അംഗീകാരം ലഭിച്ചത് ഞങ്ങൾ ഏറെ അഭിമാനത്തോടെയാണ് കാണുന്നത്. ഇതിന്റെ തുടർച്ചയായി സെപ്റ്റംബർ 23-ന് ആയുർവേദ മെഡിക്കൽ സയൻസിൽ ബിരുദം നേടിയ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ ആയിഷയ്ക്ക് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഒരു സ്വീകരണ പരിപാടി നടത്തി. സെപ്റ്റംബർ 30-ന് വിദ്യാലയത്തിന്റെ സ്കൂൾ ലെവൽ ശാസ്ത്രമേള സംഘടിപ്പിക്കുകയും ശിവപുരം സ്കൂളിൽ വെച്ച് നടക്കുന്ന ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഒക്ടോബറിൽ ആദ്യ ആഴ്ചയിൽ വയോജന ദിനം ആചരിച്ചു. മഹൽ മുൻ പ്രസിഡന്റായിരുന്ന ചൂരിയോട്ട് മുഹമ്മദ് സാഹിബിനെ ആദരിക്കുകയും പ്രസ്തുത ദിനത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി ദിനം വിപുലമായി ആചരിച്ചു. അന്നേ ദിവസം JRC വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ശുചിത്വ സംരംഭത്തിന്റെ വിദ്യാർത്ഥികൾ പൂർണ്ണമായും ഏർപ്പെടുകയും കനിവ് പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ ക്ലാസ്സിലും ഫണ്ട് കളക്ഷൻ ചെയ്യാൻ വേണ്ടി കനിവ് ബോക്സ് സ്ഥാപിക്കുകയും ചെയ്തു. ഒക്ടോബർ 8-ന് നടന്ന ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഞങ്ങളുടെ വിദ്യാലയം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുൻ വർഷത്തേക്കാൾ കൂടുതൽ ഗ്രേഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചത് എടുത്തു പറയേണ്ടതാണ്. ഇതിൽ നിരവധി വിദ്യാർത്ഥികൾ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. JRCയുടെ കീഴിൽ ഒക്ടോബർ 17-ന് നടത്തിയ ജീൻ ഹെൻറി ഡ്യൂണൽ മെമ്മോറിയൽ ക്വിസ് മത്സരത്തിൽ മറ്റു വിദ്യാലയങ്ങളെ പിന്നിലാക്കി അക്കാദമിക സാംസ്കാരിക മികവിന്റെ കേന്ദ്രമെന്ന നിലയിൽ സ്കൂളിന്റെ പദവി വാനോളം ഉയരുകയും ചെയ്തു. നവംബർ മാസത്തിൽ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ പ്രതിഭകളുടെ ശ്രദ്ധേയമായ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കുട്ടികളുടെ നേട്ടങ്ങളെ ആദരിക്കുന്നതിനായി നവംബർ 14 ശിശുദിനത്തിൽ പ്രത്യേക അസംബ്ലി നടത്തി അവരെ അനുമോദിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് KGLP വിദ്യാർത്ഥികളുടെ പ്രത്യേക പരിപാടികൾ നടത്തി. നവംബർ 19 നമ്മുടെ വിദ്യാർത്ഥികൾ കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ മികവ് പുലർത്തുകയും പ്രത്യേക ജൂറി പരാമർശങ്ങൾ നേടുകയും അവർ എല്ലാ മത്സരത്തിലും A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. നവംബർ 23-ന് മട്ടന്നൂർ മുനിസിപ്പൽ ലെവൽ കോംപ്ലക്സ് സ്പോർട്സ് നടന്നു. വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിദ്യാർത്ഥികൾ കഴിവതും പരിശ്രമിച്ചു. അതേ മാസം തന്നെ സ്കൂൾ വിനോദയാത്ര നടത്തുകയും ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഊട്ടിയിലേക്കുള്ള യാത്ര ആവേശഭരിതമാവുകയും വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ആനന്ദം ഉണ്ടാവുകയും ചെയ്തു. നവംബർ 27-ന് UP വിഭാഗം കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റിലേക്ക്, KGLP കണ്ണൂർ ഡിസ്നി വേവ് അമ്യൂസ്മെന്റ് പാർക്കിലേക്കും യാത്ര നടത്തി. നവംബർ 26-ന് സ്കൂൾ ദേശീയ വീരമുക്തി ദിനം ആചരിച്ചു. ആരോഗ്യവകുപ്പ് നേരിട്ട് തന്നെ സ്കൂളിൽ വീരഗുളിക വിതരണം നടത്തി. ഡിസംബർ മാസം എന്നത് തികച്ചും ഉന്മേഷദായകവും ആഘോഷപൂർണവുമായിരുന്നു. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും ഉത്സാഹവും ഉയർത്തിക്കാട്ടുന്ന അനവധി പരിപാടികൾ ആവിഷ്കരിക്കാൻ സാധിച്ചു. ഡിസംബർ 5-ന് LP വിഭാഗം ക്ലാസുകൾ പലഹാരമേളകൾ നടത്തി. കുട്ടികൾ മധുര പലഹാരങ്ങളും ലഘുഭക്ഷണങ്ങളും കൊണ്ടുവന്നു. എല്ലാവർക്കും കൺകുളിർമയേകുന്ന ഒരു മനോഹര പ്രദർശനം ക്ലാസ് മുറിക്കകത്ത് സൃഷ്ടിച്ചു. ഡിസംബർ 6-ന് KG വിഭാഗത്തിന്റെ കളേഴ്സ് ഡേ നടത്തുകയും വിദ്യാർത്ഥികൾ വിവിധ നിറങ്ങളാൽ വസ്ത്രങ്ങൾ ധരിക്കുകയും വർണ്ണാഭമായ വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഡിസംബർ 18-ന് അന്താരാഷ്ട്ര അറബിക് ദിനം ആചരിച്ചു. അറബി ഭാഷയുടെ പ്രാധാന്യവും സാംസ്കാരിക അവബോധവും സ്കൂളിന്റെ സമർപ്പണവും ഊന്നിപ്പറയുന്ന രീതിയിലുള്ള ഒരു ശ്രദ്ധേയമായ അറബി വീഡിയോ നിർമ്മിച്ചെടുക്കുന്നതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും മികവ് പുലർത്തി. തികച്ചും സമ്പന്നരൂപവും സജീവതയും നിറഞ്ഞ ഒരു മാസമായിട്ടാണ് ജനുവരി നാം വരവേറ്റത്. ജൂലൈ 4-ന് SLC വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും ട്രെയിനറും ആയ അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവ് നടത്തിയ മോട്ടിവേഷൻ ക്ലാസ്സോടുകൂടിയാണ് ജനുവരി മാസം തുടങ്ങിയത്. പരീക്ഷാ തയ്യാറെടുപ്പിന്റെ പ്രാധാന്യം, രക്ഷാകർത്ത പിന്തുണയുടെ പങ്ക്, പരീക്ഷയെപ്പറ്റിയുള്ള ആശങ്ക ഇതൊക്കെയായിരുന്നു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ജനുവരി ആദ്യവാരം തന്നെ KG സ്പോർട്സും തുടർന്ന് 10-11 തീയതികളിൽ സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് വളരെ ഭംഗിയായി കൊണ്ടാടി. ജനുവരി 17-ന് JRC വിദ്യാർത്ഥികൾ കാഞ്ഞിരോട് തണൽ കേന്ദ്രം സന്ദർശിച്ചു. തണൽ കേന്ദ്രത്തിലെ അനുഭവങ്ങൾ കുട്ടികൾക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുക മാത്രമല്ല അവർക്ക് സന്തോഷവും സഹായവും നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ യാത്രയിലുടനീളം മാർഗനിർദ്ദേശത്തിനും മാനസിക പിന്തുണയ്ക്കും കൂടെ നിന്ന് സഹകരിച്ച പ്രവർത്തിച്ച മുഴുവൻ മാനേജ്മെന്റ്, PTA പ്രതിനിധികൾ എന്നിവർക്ക് ഒറ്റവാക്കിൽ കൃത്യമായി നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. 2024-25 അധ്യയന വർഷം പഠനത്തോടൊപ്പം പ്രവർത്തനങ്ങളും നേട്ടങ്ങളും നിറഞ്ഞതായിരുന്നു. ഈ വർഷം കൈവരിച്ച നേട്ടങ്ങൾക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം അവരെ സഹായിച്ച മാതാപിതാക്കൾക്കും ഇതിനുവേണ്ടി പ്രയത്നിച്ച പ്രിയ അധ്യാപക ജീവനക്കാരെയും അഭിനന്ദിക്കുകയും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഏത് കാര്യത്തിലും മികവ് കൈവരിക്കാൻ സഹായിക്കുന്ന ശക്തമായ ചിന്തകളാൽ ഞങ്ങളെ പ്രചോദിപ്പിച്ച ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ KT അബ്ദുള്ള സാറിനും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ആത്മപരിശോധനയുടെയും ഓർമ്മപ്പെടുത്തലിന്റെയും ഈ വാർഷിക
വാർഷിക റിപ്പോർട്ട് അവതരണം ഇവിടെ അവസാനിക്കുന്നു. ക്ഷമയോടെ നല്ല ശ്രോതാവായതിന് നന്ദി പറയുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. നന്ദി. Thank you, teacher.